നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ, ഇവിടെ ചർച്ച ചെയ്യുന്നു ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ പ്രഹ്ലാദ ചരിതമെന്ന 24-ാമത്തെ ദശകത്തിലെ 7-ാമത്തെ ശ്ലോകം. സശൂലേരാവിദ്ധ സുബഹു മധിതോ ദിഗ്ഗജഗണൈഃ മഹാസർപ്പൈർദഷ്ടഃ അപ്യനശനഗരാഹാരവിദുദഃ ഗിരീന്ദ്രാവക്ഷിപ്തോപ്യഹഃ പരമാത്മന്നൈ വിഭോ ത്വയി ന്യസ്താത്മത്വാത് കിമപി ന നിബീഡാമഭജത. അടുത്തതായി ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. സഹ ശൂലൈഹി ആവിദ്ധഃ സുബഹു മധിതഃ ദിഗ്ഗജഗണൈഃ മഹാസർപ്പൈഃ ദഷ്ടഃ അഭി അനശനഗരാഹാരവിദുദഃ ഗിരീന്ദ്രാവക്ഷിപ്തഃ അഭി അഹഃ പരമാത്മൻ ഐ വിഭോ ത്വയി ന്യസ്താത്മത്വാത് കിം അഭി ന നിബീഡാം അഭജത. പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. സഹ ശൂലൈഹി ആവിദ്ധഃ സുബഹു ദിഗ്ഗജഗണൈഃ മധിതഃ മഹാസർപ്പൈഃ ദഷ്ടഃ അശനഗരാഹാരവിദുദഃ അഹഃ ഗിരീന്ദ്രാവക്ഷിപ്തഃ അഭി ഐ പരമാത്മൻ വിഭോ ത്വയി ന്യസ്താത്മത്വാത് കിമപി നിബീഡാം ന അഭജത. അല്ലയോ സർവശക്തനായ പരമാത്മൻ, ഭവദ്ഭക്തി മൂലം കോപാക്രാന്തനായ അസുരനായ ദുഷ്ടനായ ഹിരണ്യകശിപു പ്രഹ്ലാദനെ പല രീതിയിലും വധിക്കാൻ തീരുമാനിച്ചു. ശൂലം മുതലായ ആയുധങ്ങൾ കൊണ്ട് ഉപദ്രവിച്ചും ദിഗ്ഗജങ്ങളെ കൊണ്ട് പലപ്പോഴും ചവിട്ടി അരക്കപ്പെടുകയും വിഷസർപ്പങ്ങളാൽ കടിക്കപ്പെടുകയും പട്ടിണിയും വിഷഭക്ഷണവും മൂലം പീഡിപ്പിക്കപ്പെടുകയും മഹാകഷ്ടം തന്നെ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് കീഴോട്ട് തള്ളപ്പെടുകയുമെല്ലാം തന്നെ ചെയ്തുവെങ്കിലും അങ്ങയിൽ മനസ്സുറപ്പിച്ച ഭക്തിയോടുകൂടിയ പ്രഹ്ലാദനി ഒന്നും സംഭവിച്ചില്ല എന്ന് ശ്ലോകത്തിൻ്റെ സാരം. നമസ്തേ.